പക്ഷെ ഗുരുവായൂരപ്പൻ ഇതിപ്പോൾ ഒരു മോഴയാനയാണ്. മുമ്പ് കഴിഞ്ഞ ആഴ്ച ഇതേ മാനന്തവാടിയിൽ തന്നെയാണ് തണ്ണീർക്കൊമ്പൻ എന്ന ആന ഇറങ്ങി അവിടെ വലിയ തോതിലുള്ള ഭീതി ഉണ്ടാക്കിയത്. അതിനുശേഷം അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുകയും ചെയ്തു. അന്ന് തന്നെ വേറൊരു ആന കൂടി ഉണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിരുന്നു. ആ ആന അവിടെ ഉണ്ട് എന്ന് അറിയുകയും അതും ഈ റേഡിയോ കോളർ ധരിപ്പിച്ചിട്ടുള്ള ഈ ആന തന്നെ ആയിരിക്കുകയും അത് ഒരു വീടിന്റെ കോമ്പൗണ്ടിനകത്ത് കയറി ആക്രമണം കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ്, ഞങ്ങളുടെ ജീവൻ ഒരു സുരക്ഷിതത്വവും ഇല്ലല്ലോ എന്ന തോന്നലല്ലേ സ്വാഭാവികമായും ഉണ്ടാവുക. ഇത് ഇങ്ങനെ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് കൂടുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അങ്ങ് പറഞ്ഞത് ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം CCF ദീപ മാഡം പറഞ്ഞിരുന്നു. കാരണം മറ്റേ തണ്ണീർക്കൊമ്പൻ്റെ സാഹചര്യം വന്നപ്പോൾ തന്നെ മറ്റൊരു ആനയും കൂടെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയോ കോളർ ഉണ്ടെങ്കിൽ ആ സാറ്റലൈറ്റ് സിഗ്നൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒരു ഇമ്മീഡിയറ്റ് പ്രമിസിൽ എവിടെയാണെന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രാക്കിംഗ് ആൻറ്റിനിയും എല്ലാം വേണം. അത് ഇവിടെ വയനാട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് അവർ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി കോയമ്പത്തൂരൊക്കെ പോയി കൊണ്ടുവന്നു. അത് കറക്റ്റ് ടെക്നിക്കലായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് വനം വകുപ്പ് ഒന്നും വെറുതെ ഇരുന്നില്ല. അന്ന് തന്നെ അവർ പത്രസമ്മേളനം നടത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണ്. ആനയുടെ മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നതാണ്. ജനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു ആശങ്ക ഉണ്ട് എന്നുള്ളതിൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ഓരോ സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയുന്ന സമയത്ത് കൂടുതൽ ഭയപ്പാടുണ്ടാവുകയാണ്. പണ്ടൊന്നും ഇതിനോടുള്ള വലിയ ഭയപ്പാടുണ്ടായിരുന്നില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഞാനും മാധ്യമങ്ങളോടെയാണ് കൂടുതൽ കാലം അറിയുന്നത്, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെയെല്ലാം ഭീതി വിതയ്ക്കുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് എവിടെ കണ്ടാലും ഒരു ശാന്തനായ ആനയെ കണ്ടാൽ പോലും ഒരു ഭയപ്പാടുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ നാച്ചുറലായിട്ട് ആളുകൾ ഭയപ്പെട്ടു പോകും. പിന്നെ ഈ പറഞ്ഞ അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ രാപകലില്ലാതെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്ക്, നമ്മുടെ ഇപ്പോൾ മാതൃഭൂമിയിൽ തന്നെ വിഷ്വൽ ഞാൻ നോക്കിയിരുന്നു. ഈ ആനയുടെ അറ്റാക്ക് ചെയ്ത അടുത്ത 30 സെക്കൻഡിനകത്ത് തന്നെ വനംവകുപ്പിൻ്റെ വാഹനം അവിടെ എത്തുന്നു. അവരാണ് വന്നിട്ട് റെസ്ക്യൂ ചെയ്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് ഇല്ലെന്ന് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനൊന്നും പറ്റില്ല. അവർ ഇനി രണ്ടാമവരുടെ വീട്ടിൽ പോയോ ഇല്ലയോ എന്നുള്ളത് അപ്പുറം ഈ അപകടം പറ്റിയ സമയത്ത് നാട്ടുകാർ എടുത്ത് അവിടെ ആക്ഷൻ എടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ സ്റ്റാഫ് എത്തിക്കഴിഞ്ഞു. 7ഓളം സ്റ്റാഫാണ്, യൂണിഫോംഡ് സ്റ്റാഫ്. അവർ പുലർച്ചെ 3:30 തന്നെ, എന്ന് വെച്ചാൽ അവർക്ക് ഉറക്കമില്ലാതെ ആലോചിക്കണം. ഉറക്കം പോലും കളഞ്ഞ് അവരുടെ ജീവനെ പണയം വെച്ചുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ ആളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ വനം വകുപ്പ് ഒന്നും പ്രവർത്തിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശ്രീ ഷംസാദ് മരിക്കാർ പറഞ്ഞ പോലെ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കൊടുക്കായിരുന്നു. ഞാനത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരായിട്ടൊന്ന് സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ രാത്രിയോ അല്ലെങ്കിൽ തലേദിവസമൊക്കെ അതിൻ്റെ മൊമെൻറ്റ്സ് അറിഞ്ഞിരുന്നെങ്കിൽ അത് പറഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ പ്രതികരണമായിട്ട് നമുക്ക് കിട്ടിയില്ല. എങ്കിലും ഈ പറഞ്ഞ ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം അങ്ങ് ചോദിച്ച പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഈ ആനയെ സംബന്ധിച്ച് ഇപ്പോൾ വേനലായി തുടങ്ങി കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു ആനയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അഗ്രസീവായിട്ടുള്ള നേച്ചറാണ്. അതുകൊണ്ടായിരിക്കണം കർണാടകത്തിൽ നിന്ന് പിടിച്ചിട്ട് കാട്ടിലേക്ക് റേഡിയോ കോളർ ചെയ്ത് വിട്ടത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള നേച്ചറിലുള്ള ഒരു ആന അഗ്രസീവ് നേച്ചറിലേക്ക് വരാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ശരിക്കും ഇപ്പോൾ നമ്മളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ ആന ഇങ്ങനെ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നു, അത് മനുഷ്യനെ കാണുന്ന സമയത്ത് എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും, അത് ഈ വ്യക്തി ആവണമെന്നില്ല, മനുഷ്യരുടെ ഭാഗത്തു നിന്നും അതിക്രൂരമായ പീഡനങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകൾ, വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ കാണുമ്പോൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ വിഷ്വൽസ് ഒന്നുമില്ല, എങ്കിൽ പോലും ഞാൻ വെറുതെ ഊഹിക്കുകയാണ്. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റാവാനാണ് സാധ്യത. എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ ഈ ആനയെ കാണുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടത്തോടെ ഈ മരണപ്പെട്ട വ്യക്തി അജീഷും കൂട്ടുകാരെല്ലാം നിൽക്കുന്നു. അപ്പോൾ ആന മുന്നിലുണ്ട്. അപ്പോൾ അത് ശാന്തമായിട്ട് ഒരുപക്ഷെ നടന്ന് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് സ്പീഡിൽ വരുന്നുണ്ടാവാം. ആ സമയത്ത് ഇവർ അതിനെ ഓടിക്കാനായിട്ട് ചിലപ്പോൾ കൈയൊക്കെ കാണിച്ചിട്ടുണ്ടാവാം. കല്ലെടുത്ത് എറിഞ്ഞൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ കൈയൊക്കെ കാണിച്ച് അതിനെ ഓടിക്കാനുള്ള അല്ലെങ്കിൽ ബഹളം വയ്ക്കുകയോ കൂക്കി വിളിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് ആനയ്ക്ക് തീർച്ചയായിട്ടും ഇവർ എന്നെ എന്തോ ചെയ്യാൻ വരികയാണ് എന്നുള്ള രീതിക്ക് ഈ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നു, നേരെ കയറി അറ്റാക്ക് ചെയ്യുന്നു. അതാണിപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഇപ്പോൾ അഭിലാഷ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണെന്നുള്ള കാര്യം. നമ്മുടെ അറിവിൽ ഇതുപോലെ അനേകം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് നമ്മുടെ ആദ്യമായിട്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് ആനകളെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബിനോയ് വിശ്വമുള്ള സമയത്താണ് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്നത്. അന്ന് ഞാൻ ബിനോയ് വിശ്വത്തോട് പറഞ്ഞിരുന്നു, ഈ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന ആന ഷോക്ക് തട്ടിയിട്ട് അപ്പുറത്ത് പോകുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ അത് സംഭവിച്ചു.
ഈ ആനയുടെ ഷോക്ക് തട്ടി ആന കാട്ടിലേക്ക് പോകുന്നു. വേലഞ്ചേരി കോളനിയിലെ ഒരു ആദിവാസി അമ്മ ഉറങ്ങിക്കിടന്ന അമ്മയെ ആന ചവിട്ടുകയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആന വേദനിച്ചിട്ട് ഓടുന്ന സമയത്ത് ഒരു പട്ടി ആനയ്ക്ക് നേരെ വരികയായിരുന്നു. അപ്പോൾ ആ പട്ടിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആന ഈ കുടിലിലേക്ക് കയറി അവിടെ കിടന്നിരുന്ന അമ്മ മരണപ്പെട്ടു പോകുമായിരുന്നു. എന്ന് വെച്ചാൽ അതങ്ങനെ സംഭവിക്കും. അതുപോലെ മുണ്ടൂർ ചാരായം വാറ്റുന്ന വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആന കൊല്ലുന്നുണ്ടായിരുന്നു. ചാരായം വാറ്റുക എന്നുള്ള കാര്യം പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യമല്ല, ഞാൻ നമ്മുടെ ഒരു ഇൻഫർമേഷനിലൂടെ കിട്ടിയൊരു കാര്യമാണ്. കാരണം ആ വ്യക്തിയെ അവസാനം നാട്ടുകാരെല്ലാം കൂടെ ദൂരസ്ഥലങ്ങളിലേക്ക് യാത്രയാക്കുന്ന സമയത്ത് ആന പ്രദേശത്തില്ല. തിരിച്ച് ആ വ്യക്തി എന്നാണോ വരുന്നത് ഈ ആന വീണ്ടും മുണ്ടൂരിലേക്ക് വരികയായിരുന്നു. നമ്മളൊക്കെ ഒരുപാട് കൊട്ടിക്കൊഴിച്ച മറ്റൊരു വാർത്തയായിരുന്നു അത്. എന്ന് വെച്ചാൽ ഈ ആനയെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ ആന ടാർഗറ്റ് ചെയ്യും. ആ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ അറ്റാക്ക് ചെയ്യുന്ന പ്രവണത അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുക. ഈ വ്യക്തി മരണപ്പെട്ട വ്യക്തി അതിനെ അറ്റാക്ക് ചെയ്യുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ മരണപ്പെട്ട വ്യക്തിക്കും അവിടെ ചുറ്റുമുള്ള ആളുകൾക്കൊന്നും ഈ ആനയെ മുൻപരിചയമില്ലല്ലോ. അവരുടെ ആ അവസാനത്തെ നിമിഷങ്ങളിലാണ് ആ ആനയെ ആദ്യമായി കണ്ടത്. ശ്രീ ഗുരുവായൂരപ്പൻ, ഇപ്പൊ താങ്കൾ നേരത്തെ ഈ ആന തരത്തിലും വസ്തുതയുള്ള കാര്യമല്ല, മറിച്ച് അവിടെ ആനയുടെ ആക്രമണം, വന്യജീവിക്ക് ഇപ്പോൾ ചാരായം വാറ്റുന്ന ആള്, വിദേശ മദ്യം വാങ്ങിക്കുന്ന ആളെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അവിടെയാണ് പോയിന്റ്. അതിപ്പോൾ പരസ്യമായിട്ട് അറിയുന്ന കാര്യമല്ലല്ലോ. ഇപ്പം നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കിട്ടിയ ഇൻഫർമേഷനാണ്. ഓക്കെ, വാദത്തിന് അംഗീകരിക്കാം. പക്ഷേ ധോണിയിൽ നടന്ന സംഭവത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വനംവകുപ്പിൽ കണ്ടെത്തി കൊടുത്ത ഒരു കേസ് എന്ന് വെച്ചാൽ, ചാരായം വാറ്റ് നടത്തുന്ന വ്യക്തികൾ ആനയെ കൊല്ലുമെന്ന് ഫോറസ്റ്റുകാരോട് പോലും ഭീഷണിപ്പെടുത്തിയിട്ട് അവസാനം ആന ആ ഭാഗത്തേക്ക് വീണ്ടും വന്നു. വനംവകുപ്പിന് കൃത്യമായിട്ട് ആനയെ ട്രാക്ക് ചെയ്ത് ഓടിക്കാനും പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അവസാനം ഇവർ ഷോക്ക് വെച്ച് കൊന്നു. ഷോക്ക് ദൂരെ നിന്ന് എടുത്തു വെച്ചിട്ടാണ് കൊന്നത്. അവസാനം തെളിവ് പോലും ഇല്ലാത്ത രീതിക്ക് അവർ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് അത് കണ്ടെത്തി ഇവരെ പിടികൂടിയ സമയത്ത് ഇവർ ചാരായം അപ്പോഴാണ് ഇവർ വീണ്ടും റിവീൽ ചെയ്യുന്നത്, ഞങ്ങൾ വാറ്റുന്ന ചാരായം ആന സ്ഥിരമായിട്ട് വന്ന് കുടിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഷോക്ക് വെച്ച് കൊല്ലേണ്ട സാഹചര്യത്തിലേക്ക് വന്നെന്നുള്ളത്. ഇത് ഞാൻ നേരിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പങ്കെടുത്ത ഒരു കേസിൻ്റെ ഇത് പറഞ്ഞെന്ന് മാത്രം. മുണ്ടൂരിലെ കേസ് എനിക്ക് കിട്ടി ഇതേപോലെയുള്ള വേറെ ഒരു കൃത്യമായിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതവിടെ നമ്മുടെ അച്ഛൻ പറഞ്ഞ അവിടെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾ പറയുന്നു, അങ്ങനെ പറയുന്നത് ശരിയല്ല, അവിടെ ചാരായം വാറ്റ് എന്ന് പറയുന്ന സംഭവമൊന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് അവിടെ ആന ആക്രമണം നടത്തിയിട്ടുണ്ട്, ആന പല ആളുകളെ ആക്രമിച്ചിട്ടുണ്ട്, അതിലൊരാൾ മരിച്ചുപോയി, അയാൾ ചാരായമായി ബന്ധപ്പെടുന്ന ആളൊന്നുമല്ല, നാട്ടുകാരനാണ് മരിച്ചത്, അതുപോലെ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതാണ് മുണ്ടൂരിന്റെ അവസ്ഥ. ഓക്കെ ഞാനത് ഇപ്പോഴത്തെ ഒരു ചർച്ചയിൽ പൂർണ്ണമായിട്ടത് അതിനകത്ത് യോജിക്കുന്നു. കാരണം ഇതിന് ഇപ്പോൾ പ്രൂഫ് ഇപ്പോൾ എടുത്തു കൊടുക്കാനൊന്നും സാധിക്കില്ലല്ലോ. ഓക്കെ, അത് ഞാനിപ്പോൾ സ്വന്തം നിലയ്ക്ക് പറഞ്ഞതല്ല കേട്ടോ, ഇത് ഞാൻ സ്വന്തമായിട്ട് ഊഹിച്ചെടുത്ത കാര്യമൊന്നുമല്ല. നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ബേസിൽ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അത്രേ ഉള്ളൂ. പല കാര്യങ്ങളും നമുക്ക് വെളിയിൽ പറയാൻ പാടില്ല. എങ്കിലും ഞാനത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അഭിലാഷ് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങ് ചോദിച്ചപ്പോൾ ആ ആംഗിൾ ഞാൻ പറഞ്ഞു. അതായത് പ്രകോപനം എവിടെ നിന്നെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രകോപനത്തിനെ അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം ആന ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാളയാറിൽ സംഭവിച്ച കാര്യമാണെങ്കിൽ പോലും ഇലക്ട്രിക് ഫെൻസിങ്ങിലൂടെയുള്ള ഷോക്കാണ് ഈ ആളുകളെ ആക്രമിക്കുന്ന സ്റ്റേജിലേക്ക് ആന പിന്നീട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ആ ഷോക്ക് എത്രത്തോളം ദൂരം ഒരു മൃഗത്തിന് ഒരു വലിയ വേദന പറ്റി അതിന് ദേഷ്യം വന്ന് ചുറ്റുമുള്ള ആളുകളെയൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു വേദനയോ അതല്ലെങ്കിൽ ഒരു കാര്യമോ ഓർത്ത് വെച്ച് ആന ഒരു പ്രത്യേക ആളെ ടാർഗറ്റ് ചെയ്ത് അയാളെ പുറകെ വന്ന് ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞാൽ യുക്തിസഹമായിട്ടുള്ള കാര്യമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് രാവിലെ പാല് മേടിക്കാൻ പോകാനോ പത്രം ഇടാൻ പോകാനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനോ ഒന്നും പറ്റത്തില്ല. ആന വന്ന് കൊല്ലുമോ, പുലി വന്ന് പിടിക്കുമോ, കടുവ ആക്രമിക്കുമോ, അതൊരു കരടി വയനാട്ടിലുണ്ടായി, എന്തിന്റെ ആക്രമണത്തിലാണ് മരിക്കുന്നത് എന്ന് പേടിച്ച് നടക്കുന്ന മനുഷ്യനെ മുമ്പിൽ ഇപ്പൊ അയാൾ പോയിട്ട് ഏതെങ്കിലും ഒരു മൃഗത്തെ പ്രകോപിപ്പിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അത് വാദത്തിന് അംഗീകരിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം ആളുകൾ പ്രകോപിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ പ്രകോപിപ്പിക്കുന്ന ആളുകളുണ്ട് പല സമയത്തും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നേരത്തെ വന്ന തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിനകത്ത് 100 കണക്കിന് ബുള്ളറ്റ് ഇഞ്ചുറീസ് നമ്മൾ കണ്ടത്. ഈ ആനയുടെ പുറകിൽ എത്രത്തോളം അതുപോലെ ആനകൾ ഒരുപാട് പേര് പ്രകോപിച്ചത് കൊണ്ടാണല്ലോ ഈ ആനയും മറ്റ് സ്ഥലത്തുനിന്ന് പിടികൂടി റേഡിയോ കോളർ ചെയ്ത് ഉൾക്കാട്ടിൽ കൊണ്ട് വിട്ടത്. അല്ലാതെ തനിയെ ചുമ്മാ കാണുമ്പോഴത്തേക്കും കയറ്റി വിട്ടതല്ലല്ലോ. അക്രമകാരി ആവാനുള്ള കാരണത്തെക്കുറിച്ചുള്ള താങ്കളുടെ ആ ഒരു ടെക്നിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം.
ആളുകൾ മനഃപൂർവ്വം എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഈ പറഞ്ഞ നാട്ടുകാരെല്ലാം ചെയ്യുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അതിനകത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ ചെയ്യുന്ന ആ കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് ഈ നിരപരാധികളായിട്ടുള്ള വ്യക്തികളാണെന്നുള്ളതാണ്. അതുപോലെ അച്ഛൻ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പക്വതയോടുകൂടി സംസാരിക്കണം എന്നുള്ളതാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു മൂന്നാഴ്ച മുമ്പ് ഇരിട്ടിയിൽ അടുത്തുള്ള കീഴ്പള്ളി എന്ന പ്രദേശത്ത് നിന്ന് ആളുകൾ എന്നെ വിളിച്ചു. അച്ഛൻ ഇവിടെ വരണം, ഞങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമാണ് എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ആറളം എന്ന സ്ഥലത്ത് നിന്ന് പുഴ കടന്ന് ആനകൾ കയറി ജനവാസ മേഖലയിൽ വലിയ ഭീതി വളർത്തിയേക്കുവാണ്. രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്ന ആളുകൾക്ക് റബ്ബർ വെട്ടാൻ പോകാൻ സാധിക്കുന്നില്ല പേടിച്ചിട്ട്. രാത്രി അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കുട്ടികളുള്ള കുടുംബങ്ങളാണ്. അതുപോലെ അവരുടെ പറമ്പിലുള്ള വലിയ തെങ്ങുകൾ, സാധാരണ ഈ തൈത്തെങ്ങുകളൊക്കെയാണ് നശിപ്പിച്ച് നമ്മൾ കണ്ടത്. ഇത് വലിയ തെങ്ങുകൾ കുത്തി മറിച്ചിട്ട് അത് ആന തിന്നിരിക്കുകയാണ്. അങ്ങനെ 3 ദിവസം ആന വന്നിട്ടും അവിടെ ആരും അന്വേഷിക്കാൻ ചെല്ലുന്നില്ല, അവർക്കൊരു സുരക്ഷിതത്വം കൊടുക്കുന്നില്ല. അപ്പോൾ ആ ആളുകൾ എന്നോട് പറഞ്ഞ, ഇത് മാതൃഭൂമിയിലൊക്കെ വന്ന വാർത്തയാണ്, ആ ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ ആനയെ ഇവിടെ കയറാതിരിക്കുവാൻ ഞങ്ങൾ തന്നെ പൈസ എടുത്ത് ഈ ആറളത്തിൻ്റെ സൈഡിൽ ഫെൻസിങ് നടത്തുകയാണ് ചെയ്തത്. ഒരു 1.5 കിലോമീറ്റർ നടത്താൻ ഞങ്ങൾക്ക് പണം തികഞ്ഞില്ല, ഗവൺമെൻറ് സഹായിച്ചില്ല. അതുകൊണ്ട് ഈ 1.5 കിലോമീറ്റർ കൂടിയാണ് ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നതെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 10-15 വർഷം ജർമ്മനിയിൽ ജീവിച്ച ആളാണ്. അവിടെ ഈ വികസിത രാജ്യങ്ങളിൽ ഈ മൃഗങ്ങളുടെ നിയമങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിശ്ചിത സംഖ്യയിലധികം മൃഗങ്ങൾ വർദ്ധിച്ചാൽ ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനും അതിനെ ഭക്ഷണമാക്കുവാനുള്ള നിയമം അവിടെയുണ്ട്. നിയമം എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല, കാട്ടിൽ കയറി വന്യജീവികളെ ആക്രമിക്കുന്നതിനോട് ഞാൻ എതിരാണ്, അത് തെറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ ഇവരൊക്കെ പറഞ്ഞ ഒരു കാര്യത്തിലും കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ചാരായം ഉണ്ടാക്കി ആനയെ കുടിപ്പിച്ചെന്ന് പറയുന്നതോ ആനയ്ക്ക് വെടിവെച്ച് ആനയെ പരിക്കേൽപ്പിച്ചതെന്ന് പറയുന്നത് നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഒരു സാമൂഹിക ദ്രോഹത്തിൻ്റെ ഭാഗത്തിൽപ്പെടുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇതൊന്നും ചെയ്യാത്ത സാധാരണ മനുഷ്യന് ഇന്ന് ജീവിക്കാൻ പറ്റാത്തത്ര ഭീതിയിലാണ്. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, എൻ്റെ സ്വന്തം വീട്ടിൽ 86 വയസ്സുള്ള എൻ്റെ അപ്പനും അമ്മയും താമസിക്കുന്ന ചന്ദനിക്കാമ്പാറ എന്ന പ്രദേശത്ത് ഞങ്ങളുടെ വീടിന് 10 മീറ്റർ അകലെ ഈ ആന വന്ന സ്ഥലമാണ്. എനിക്കിതിൻ്റെ അനുഭവമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് വിദഗ്ധരുടെ അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ പച്ചയായ അച്ഛന് കൃത്യമായുള്ള സമയം കിട്ടാതെ പോയതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ വനം വകുപ്പ് കുറ്റകരമായ അനാസ്ഥ ചെയ്തു എന്നുള്ളൊരു വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കൃത്യമായ രീതിക്ക് അവർക്ക് ലഭ്യമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് രാപകലില്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്കിപ്പോഴും ആശങ്ക ഉള്ളൂ എന്നുള്ള അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അടുത്തൊരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വളരെ അലർട്ടായിട്ട് ഈ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് കൃത്യമായ സമയത്തിന് മെസ്സേജ് കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. രണ്ടാമത്തത്, ഈ ജനങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നാട്ടിൻ്റെ അതായത് ആളുകൾ ഉപദ്രവിച്ചത് കൊണ്ടോ നാട്ടുകാർ വന്ന് ആശ്രമിക്കുന്നു എന്നുള്ള ഒരു തരത്തിലല്ല അതിനെ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യർ മുഴുവൻ കാട്ടിലേക്ക് കയറി അവിടുത്തെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുകയും മൃഗങ്ങൾ ഒരു കാരണവശാലും നാട്ടിലേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്ന വാശി പിടിക്കുന്ന അതിൻ്റെ ആ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കാട്ടിൽ കയറി വെള്ളം എടുക്കുന്നു, അതുപോലെ തടിയെടുക്കുന്നു, വിറകെടുക്കുന്നു, അതുപോലെ അവിടുത്തെ വിഭവങ്ങൾ എടുക്കുന്നു, നായാഴ്ച നടത്തുന്നു. അപ്പോൾ ഈ ഇത്തരത്തിൽ കാട്ടിൻ്റെ വിഭവങ്ങളെല്ലാം കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും നിരന്തരം എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അങ്ങോട്ട് നമുക്ക് ഒന്നും പ്രത്യേകിച്ച് അവിടെ പരാതിയോ കിട്ടുമോ ഒന്നുമില്ല. കാരണം അവിടെ അവർക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് പ്രതികരണങ്ങളൊന്നുമില്ല. അപ്പോൾ വല്ലപ്പോഴും ഇറങ്ങുന്ന ഈ ജീവജാലങ്ങളെ ഒരു ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ എന്നുള്ള ഒരു സ്ഥാനത്ത് ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒന്ന് വളരെ വൈകാരികമായിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. ഇതിനെല്ലാം വെടിവെച്ച് കൊല്ലണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സമൂഹത്തിലൊരു ശാന്തതയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ നൽകേണ്ട വ്യക്തികൾ ഇവിടെ വന്നിരുന്നിട്ട് ഓരോ ജീവികളെ കൊല്ലണം എന്ന് പറയുന്നതിനകത്ത് യുക്തി എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട് നാട്ടിലിറങ്ങി പബ്ലിക്കായിട്ട് ഈ ജീവജാലങ്ങളെ കൊല്ലണം, അവനെ കൊല്ലണം, ഇവനെ കൊല്ലണം, വനംവകുപ്പ് ഓഫീസ് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന അതിവൈകാരികമായി, അതായത് സാധാരണ മനുഷ്യർ സംസാരിക്കുന്നതിനേക്കാളും വളരെ വൈകാരിക തലത്തിൽ സംസാരിക്കുന്ന അച്ഛന്മാരെ പലപ്പോഴും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് അപ്പോൾ സ്വയം ഇട്ടിരിക്കുന്ന ആ വേഷത്തിന് അത് ചേർന്നതാണോ എന്ന് അച്ഛന്മാർ ആലോചിക്കുന്നതാണ്. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ഒരു പ്രയോഗം അച്ഛൻ പറഞ്ഞിരുന്നു. അതായത് ഇന്ന് ഇദ്ദേഹം മരിച്ചിരുന്നെങ്കിൽ നാളെ
ഇനി മറ്റ് വന്യജീവികൾ കൊല്ലപ്പെടും എന്നുള്ള രീതിക്കുള്ളൊരു സൂചനയാണ് അച്ഛൻ നൽകുന്നത്. അപ്പോൾ അച്ഛനോട് ആ ഒരു ഭീഷണിയൊന്നും ഈ വന്യജീവികളോട് വേണ്ട എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇനി മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ ചെയ്ത തെറ്റിന് ഇന്ന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് വേണം കാണാൻ. ഇന്നലെ വന്യമൃഗങ്ങളെ വേട്ടയാടിയും ഉപദ്രവിച്ചും നശിപ്പിച്ചും കാട് കയ്യേറിയും ഒക്കെ നിരവധി നശീകരണ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിതഫലങ്ങൾ ശിക്ഷാഫലങ്ങളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വാദം കൂടെ എനിക്കുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ എങ്കിൽ ഇന്നലെ നീ ചെയ്ത പ്രവൃത്തിക്ക് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ നമ്മൾ ഈ ഒരു വ്യക്തി അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് മരണപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും വലിയ ചർച്ച നടത്തുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നത്തെയായിട്ട് ഈ ജനങ്ങളുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് കാട്ടിൽ പോയി സടുവീട് ആക്രമണത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണാസന്നനായി കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ആദിവാസി ബാലൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് ഇവിടെ ഒരാൾ പോലും മിണ്ടിയില്ല. ഞാനത് പറയണമെന്നുണ്ടായിരുന്നു ചർച്ചയിൽ. അപ്പോൾ അതിനുള്ളൊരു അവസരമോ അങ്ങനെ ഒരു വ്യക്തി ഇപ്പം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് ആ പോയിന്റ് ഇവിടെ ഒരാളും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മാധ്യമങ്ങൾക്കാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ജനങ്ങൾ എല്ലാം ഒത്തുകൂടി ഒരു സംഘടിത ശക്തിയായിട്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന വാർത്തകൾക്ക് മാത്രമാണ് വലിയ പ്രാധാന്യം. യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന നമ്മുടെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർക്കും രാപകലില്ലാതെ ഭക്ഷണം പോലും വെള്ളം പോലും ഇല്ലാതെ ഈ ജനങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പറയാൻ ഇവിടെ ആരുമില്ല. അവരും ഇതേ മനുഷ്യരാണ് എന്നുള്ള കാര്യം ഇവർ മറന്നു പോകുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ദിയാക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഇന്ന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരെ ബന്ദിയാക്കുന്ന ഒരു വളരെ വലിയ നാടകീയമായ രംഗങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരു 10 ലക്ഷം രൂപയും പിന്നീട് 40 ലക്ഷം കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ മറ്റ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ മരണപ്പെടുന്ന സമയത്തും അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതെ നിരാലംബരായിട്ട് ജീവിക്കുന്ന മറ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയണം. അവർക്ക് ഇതുപോലെയുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഇവിടെ ഇന്ന് ഒരു വാശിയുടെ പുറത്ത് ജോലിയും വീടും അല്ലെങ്കിൽ അവിടെ ഇവരുടെ കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കണമെന്നും അതുപോലെ ബാങ്കിലെ കടങ്ങളെല്ലാം തീർക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതി വാങ്ങിച്ച അതേ ആളുകൾ ഇതുപോലെ മറ്റുള്ളവരുടെ ഈ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്ന മറ്റ് ആളുകൾക്കും കൂടെ ഇതേ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകണം എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാനത് ഇങ്ങനെ കൊടുക്കണം എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ ഒരു വെല്ലുവിലാക്കി പ്രതിക്കൂട്ടിലാക്കി സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് കാര്യം നേടുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന കാര്യം. അല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരത്തിന് ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ അതിനാണ് ഈ വനം വകുപ്പും കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് ഈ കാര്യത്തിന് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആ ഒരു മനോഭാവത്തിൽ നിന്നും നാട്ടുകാരെയും കൂടെ ആ മനോഭാവത്തിൽ നിന്ന് മാറി നാട്ടുകാരെയും കൂടെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്ന രീതിക്ക് പ്രത്യേക ശ്രദ്ധ നടത്തി കാര്യങ്ങൾ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇപ്പം ഇതുവരെ ഭാവിയിലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനമായ നീക്കങ്ങൾക്ക് സാധ്യതയുള്ളൂ. അല്ലാതെ ജനങ്ങളെ മുഴുവൻ അകറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ തുടരുകയാണെങ്കിൽ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് വനം വകുപ്പ് എത്തിച്ചേരും. അതുകൊണ്ട് ജനങ്ങളെ കൂടുതൽ പങ്കാളികളാക്കി വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളിലേക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അതുപോലെ ഈ വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചിട്ടുള്ള യാതൊരു ബോധവും കേരളീയ ജനതയുടെ തലയിൽ ഇല്ലാത്ത പോലെയാണ് ഇപ്പം നമ്മൾ ഇതിലെ പ്രതികരണങ്ങൾ കാണുന്ന സമയത്ത് കാണുന്നത്. ഇപ്പോൾ നെറ്റിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇവരെ കൊല്ലണം, എൻ്റെ തല പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് എന്തുമാത്രം പരിസ്ഥിതി ബോധം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഈ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ളതും വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രത്യേക ക്രിയാത്മകമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തണം. അതോടൊപ്പം ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിനെല്ലാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ അവരുടെ PTR അതിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ജനങ്ങൾ തടിച്ചു കൂടുകയാണ്. എല്ലാ വർഷവും ചാനലിൽ വരാനും അതുപോലെ തല കാണിക്കണം എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ വർഷവും കാണും. ഒരു നല്ല ഒരു അവസരമായിട്ട് പലരും കാണുന്നതുകൊണ്ട് തന്നെ ചാനലുകാർ വരും, പത്രക്കാർ വരും. അതുകൊണ്ട് നമ്മളെല്ലാം ഞാൻ പോകണം എന്നുള്ള ഒരു തോന്നൽ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ വന്നാൽ പോലും ഉണ്ടെങ്കിൽ പോലും ആളുകൾ അങ്ങോട്ട് തടിച്ചുകൂടി സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ദിയാക്കുന്ന സ്റ്റേജിലേക്ക് വന്ന് അതൊക്കെ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ വളരെ വൈകാരികമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് കാണാനും ആളുകളുണ്ട്, അതിൽ പങ്കെടുക്കാനും ആളുകളുണ്ട്.
മറ്റൊന്ന് അവസാനമായിട്ട് വിട്ടുപോയ ഒരു കാര്യം വെച്ചാൽ ഈ പറഞ്ഞ 144 പ്രഖ്യാപിക്കുന്ന സമയത്ത് അതായത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആളുകൾ സ്വന്തം നിലയ്ക്ക് അവരുടെ ജീവന സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ 144 പ്രഖ്യാപിക്കുന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് സ്വന്തം വീടുകളിൽ അവർ ശാന്തമായിട്ട് ഇരിക്കുകയാണ് വേണ്ടത്. ഈ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്യാനുള്ള അവിടെ ഒരു വേറെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കണം എന്നുള്ളൊരു മനോഭാവം ജനങ്ങൾക്കും വേണം. ഇനി അങ്ങനെ ബോധമില്ലാത്ത ജനങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ ഈ ജനങ്ങളെ 144 പ്രയോഗിച്ച് ഈ പ്രവർത്തനം മനോഹരമായിട്ട് നല്ല രീതിക്ക് ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ ഉള്ള സാഹചര്യം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരുക്കണം. ഇതുമായി സംബന്ധിച്ച് സർക്കാരിലേക്ക് കത്തുകൾ എഴുതുകയും നേരിട്ട് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കൂടെ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു.